ചാപ്ലിനിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, നിങ്ങൾക്ക് തമാശ കേൾക്കാനും കാണാനും ഇഷ്ടമാണല്ലോ. മറ്റുള്ളവരെ നർമ്മത്തിലൂടെ രസിപ്പിക്കാൻ കഴിയുക എന്നത് വലിയൊരു ഭാഗ്യമല്ലേ? അങ്ങനെയുള്ളവർക്ക് ധാരാളം കൂട്ടുകാരും ഉണ്ടാകും. ഇന്നത്തെ നക്ഷത്രങ്ങളിലൂടെ നാം പരിചയപ്പെടാൻ പോകുന്നത് നമ്മയെല്ലാം നർമ്മത്തിലൂടെ രസിപ്പിച്ച മഹാനായ ഒരു കലാകാരനെയാണ്. ഇതാ നക്ഷത്രങ്ങൾക്ക് പുറകെ. കൂട്ടുകാരെ, നിങ്ങൾ ചിരിക്കാറുണ്ടോ? ശരിക്കും എങ്ങനെ ചിരിക്കുന്നത്? ചിരി, ചിലരെ ചിരിയുണ്ട് വളരെ പെട്ടെന്നുള്ളൊരു ചിരി. പക്ഷെ ഇത് ചിരി എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം ചിരിക്കുന്ന ആൾ വളരെ അപൂർവമാണ്. കാരണം ഈ ചിരി ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരണം. അതൊരു പൂ പോലെ വിടർന്നു വരേണ്ട ചിരിയാണ് അല്ലേ? പക്ഷെ ചിരിപ്പിക്കുന്നവരും ഇഷ്ടമാണോ നിങ്ങൾക്ക്? ചിരിപ്പിക്കുന്ന ആളുകളും വളരെ നന്നായിട്ട് ചിരിപ്പിക്കുന്ന ആളുകളും വളരെ കുറച്ചുള്ളൂ. നിങ്ങളെ ചിരിപ്പിക്കുന്ന നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ആളുകളുടെ പേര് പറയാമോ? മിസ്റ്റർ ബീൻ, ചാർലി ചാപ്ലിൻ, പിന്നെ ആരാ? ജഗതി, പറഞ്ഞോ. കുഞ്ചൻ തമ്പ്യാര്, കൊള്ളാം. ഇന്നസെന്റ്, ഹരിശ്രീ അശോകൻ, ദിലീപ്, ഇങ്ങനെ ഒത്തിരി പേര് നിങ്ങളെ ചിരിപ്പിക്കാറുണ്ടല്ലേ? നിങ്ങൾ ആരെങ്കിലും ചിരിപ്പിക്കാറുണ്ടോ? ഉണ്ട്. ആരെയാണ്? അതെങ്ങനെ ചിരിപ്പിക്കും? ഇക്ലിയിട്ട് ചിരിപ്പിക്കോ? ഈ ചിരിപ്പിക്കുന്ന ആശാന്മാരുടെ ഒരു തലതൊട്ടപ്പനായ ഒരാളാണ് നേരത്തെ നിങ്ങൾ പറഞ്ഞ ചാർലി ചാപ്ലിൻ ഇല്ലേ? ചാർലി ചാപ്ലിൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച ആളാണ്. പക്ഷെ ഇന്നും അദ്ദേഹത്തെ ലോകം ഓർത്തിരിക്കുന്ന എന്താ? അദ്ദേഹം ചിരിപ്പിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ ക്ലേശകരവും കഷ്ടകരവുമായ ഒരു ജീവിതമായിരുന്നു. പക്ഷെ അങ്ങനെയുള്ളപ്പോഴും അദ്ദേഹം മനുഷ്യരെ ചിരിപ്പിച്ചു. ഈ സർക്കസിലെ കോമാളികൾ പലപ്പോഴും ഉണ്ടല്ലോ, അർത്ഥപട്ടിണിക്കാരോ പട്ടിണിക്കാരോ ഒക്കെ ആയിട്ടുള്ള ആളുകളാണ്. അവരുടെ ജോലി എന്താ? മനുഷ്യരെ ചിരിപ്പിക്കുക എന്നുള്ള. അപ്പോൾ ഒത്തിരി കഷ്ടപ്പാടും കണ്ണീരും വിഷമവും പട്ടിണിയും പ്രാരാബ്ദങ്ങളിൽ നിന്നും ഇടയിൽ നിന്നാണ് അവർ നമ്മളെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ലോകം കണ്ടിട്ടുള്ള പല മഹാന്മാരായ ചിരിക്കുടുക്കകളും യഥാർത്ഥ ജീവിതത്തിൽ ഒത്തിരി കഷ്ടപ്പാട് അനുഭവിക്കുകയും സങ്കടമുള്ളവരുമായിരുന്നു. വളരെ ദാരിദ്ര്യത്തിൽ പിറന്ന് വളർന്ന ഒരാളാണ് ചാർലി ചാപ്ലിൻ. ചാർലി ചാപ്ലിനെ നമ്മൾ ഓർത്തിരിക്കാൻ എങ്ങനെയാണ്? സിനിമ വഴിയാണ്. ഏത് രീതിയിലാണ് നിങ്ങൾ ഓർത്തിരിക്കുന്നത്? തമാശകൾ എങ്ങനെ? പോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ. ഇന്നത്തെ പോലെ സിനിമ കളറിലൊന്നും ആയിരുന്നില്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയും നിശബ്ദ സിനിമയാണ്. എന്നിട്ട് പോലും ആളുകൾ ചിരിച്ചു. ആ ചിരിക്ക് വളരെ വളരെ അർത്ഥങ്ങളുണ്ടായിരുന്നു അല്ലേ? മോഡേൺ ടൈംസ് പോലെയുള്ള സിനിമകളിലൊക്കെ ആ ചിരി വളരെ പ്രകടമായിട്ട് കാണുകയും ചെയ്തു. ഇങ്ങനെ രസകരമായ രീതിയിൽ ലോകത്തെ കാണുകയും നോക്കിക്കാണുകയും ചെയ്ത ആളുകളെ ലോകവും അതുപോലെ തന്നെ ശ്രദ്ധയോട് തന്നെ വീക്ഷിക്കും ഇല്ലേ? ഈ ചാർലി ചാപ്ലിൻ ഒരിക്കൽ ഒരു രസകരമായ ഒരു അനുഭവം ഉണ്ടായി. ചാർലി ചാപ്ലിൻ്റെ ഒരു നാടകം നടക്കുകയാണ്. അത് നാടകത്തിൽ കൂടിയാണ് സിനിമയിലേക്ക് വന്നത്. അപ്പോൾ ഈ സമയത്ത് ആ നാട്ടിലെ ഒരു ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ, എനിക്ക് മനസ്സിനും ഭയങ്കര വേദനയാണ്, ഞാൻ വളരെ ദുഃഖിതനാണ്, എനിക്ക് ചിരിക്കാൻ പറ്റുന്നില്ല, എനിക്ക് എന്തെങ്കിലും ഒരു മരുന്ന് തന്നെ അല്ലെങ്കിൽ എനിക്കൊരു ഒരു സാന്ത്വനം എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ഈ നാട്ടിലുള്ള ആളൊന്നും അല്ലേ, ഈ നാട്ടിൽ നിന്നല്ലേ ജീവിക്കണമെന്ന് ചോദിച്ചു. അത് ഞാൻ ഈ നാട്ടിൽ തന്നെയാണ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ജീവിക്കുന്നത്. എന്നാൽ സുഹൃത്തെ, നിങ്ങൾ പോയി ആ ചാർലി ചാപ്ലിൻ്റെ ഒരു നാടകം കാണാൻ പറഞ്ഞു. ആരെ? ചാർലി ചാപ്ലിൻ്റെ നാടകം. അപ്പോൾ ഇദ്ദേഹം വളരെ ദയനീയമായിട്ട് ഈ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ, എന്താ എനിക്കത് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ ഞാനാണ് ആ ചാർലി ചാപ്ലിൻ. ഏത് ഈ ലോകത്തെ ആളുകളെ മുഴുവൻ ചിരിപ്പിച്ച ചാർലി ചാപ്ലിന് ആരുടെ അടുത്താണ് വന്നിരിക്കുന്നത്? ഡോക്ടറുടെ അടുത്ത്. എന്തിനാ? എനിക്കൊന്ന് ചിരിക്കണം, എനിക്കൊന്ന് മനസ്സ് തുറന്ന് എൻ്റെ മനപ്രയാസം ഒന്ന് മാറണമെന്ന് പറയാനായിട്ട്. ഇതുപോലെ തന്നെ വേറൊരു അനുഭവം ഉണ്ടായിരുന്നു. ആ നാട്ടിൽ കുറേ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം സിനിമയിലൊക്കെ എത്തി. സിനിമയിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളിലും ഹാസ്യത്തിൻ്റെ ചക്രവർത്തിയായി വിലസി നിൽക്കുന്ന കാലത്ത് ആ നാട്ടിൽ ഒരു മത്സരം സംഘടിപ്പിച്ചു. പ്രഭുക്കന്മാരും എല്ലാം ചേർന്നിട്ട് ചാർലി ചാപ്ലിനെ പോലെ വേഷം കെട്ടി വേഷപ്രച്ഛന്ന മത്സരത്തിന് വരിക ഒരു ദിവസം നിശ്ചയിച്ചു. അപ്പോൾ ചാർലി ചാപ്ലിൻ്റെ പ്രത്യേകത എന്താ അറിയാമോ? ചാർലി ചാപ്ലിൻ്റെ ഒരു 11 മീശയാണ്. ശ്രദ്ധയുണ്ടോ മീശ? ഒരു പ്രത്യേക രീതിയിലുള്ള തൊപ്പി, ഒരു വടിയും നടക്കും. നടക്കുന്ന ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിലായിരിക്കും. ഷൂ ഒക്കെയോ പൊട്ടിപ്പൊളിഞ്ഞ് കീറി പറഞ്ഞ ഷൂ ഒക്കെ ആയിരിക്കും. എന്നിട്ട് ആ നടപ്പ് ഒരു പ്രത്യേക സ്റ്റൈലാണ്. നിങ്ങൾ അങ്ങനെ നടന്നു കണ്ടിട്ടുണ്ടോ? നിങ്ങൾ നടക്കാറുണ്ടോ? നടന്നിട്ടില്ല. പക്ഷെ നടക്കുന്ന കാണുമ്പോൾ നമ്മൾ ചിരി വന്നു പോകും അല്ലേ? അതിൽ ഓരോ കാര്യങ്ങളും അല്പം കുസൃതി ഉണ്ടാവും. പുള്ളി എന്തെങ്കിലും സൂത്രപ്പണികളൊക്കെ ഒപ്പിച്ചു പിന്നെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ ചാർലി ചാപ്ലിൻ
എന്നെ പോലെ അനുകരിച്ചുള്ള ഒരു മത്സരം നടക്കുകയാണ്. ഒത്തിരി ആളുകൾ ഈ മത്സരത്തിൽ പങ്കെടുത്തു. ജഡ്ജസ്മാർ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു. കാരണം ഇത് മാർക്കറ്റ് ആരാണ് ഏറ്റവും മികച്ചതെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. എല്ലാവരും ഒന്നിനൊന്ന് മികച്ചവരായിട്ടുണ്ട്. എല്ലാം ചാർലി ചാപ്ലിനെ പോലെ തന്നെ ഇരിക്കുന്നു. അങ്ങനെ എല്ലാം റിസൾട്ട് വരേണ്ട ദിവസം വന്നു. ഇവർക്ക് ആകെ ടെൻഷനായി, ആർക്ക് കൊടുക്കും ഒന്നാം സമ്മാനം, ആർക്ക് കൊടുക്കും. അങ്ങനെ 1, 2, 3 സമ്മാനങ്ങൾ പ്രഖ്യാപിച്ചു. അപ്പോൾ ഒന്നാം സമ്മാനക്കാരൻ ആദ്യം സ്റ്റേജിൽ വന്നു. അയാൾ ചാർലി ചാപ്ലിനായിട്ട് ഒരു വലിയ ഛായൊന്നുമില്ല. ആൾ രണ്ടാമത് സമ്മാനം മേടിക്കാൻ വന്നപ്പോൾ സാധാരണ വേഷത്തിൽ വന്ന് അയാൾക്ക് ഈ സമ്മാനം കൊടുത്തു. 2ാം സ്ഥാനം കിട്ടിയ ഒരാൾ വന്നു. അയാൾ കയറി വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചാർലി ചാപ്ലിൻ്റെ സാദൃശ്യമൊന്നുമില്ല. അയാൾ അങ്ങനെ തന്നെ ഇരുന്ന് തിരിച്ചുപോയി. 3ാം സമ്മാനം വാങ്ങിക്കാനായിട്ട് ഒരാൾ വന്നു. അപ്പോൾ അതാരായിരുന്നു അറിയാമോ? ആരായിരുന്നു? വല്ല ഉദ്ദേശമുണ്ടോ? ചാർലി ചാപ്ലിൻ തന്നെയായിരുന്നു. അപ്പോൾ യഥാർത്ഥ ചാർലി ചാപ്ലിൻ മത്സരത്തിൽ പങ്കെടുത്തിട്ട് 3ാം സ്ഥാനത്തേക്കായി പോയി. 1ാം സ്ഥാനം ആരടിച്ചെടുത്തു? വേറെ ചാർലി ചാപ്ലിനെ അനുകരിച്ച് ചെയ്ത ആൾക്ക് 1ാം സ്ഥാനം. യഥാർത്ഥ ചാർലി ചാപ്ലിനാണ് ചെന്നത്. ആൾക്ക് കിട്ടിയോ? ഇല്ല. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ചിരിപ്പിക്കാനുള്ള ആ കഴിവ്. 2ാമത്, നമ്മൾ ഒരാളെ അനുകരിക്കണമെന്ന് വെച്ചാൽ ആ ആളേക്കാൾ മികച്ച രീതിയിൽ നമുക്ക് അനുകരിക്കാൻ പറ്റും, ഇല്ലേ? അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ചാർലി ചാപ്ലിൻ്റെ കഥ. യഥാർത്ഥ ചാപ്ലിന് എത്രാം സ്ഥാനം കിട്ടിയത്? 3ാം സ്ഥാനം. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോഴും അദ്ദേഹത്തിന് ചിരിക്കാനുള്ള വകയില്ല. വകയുണ്ടോ? യഥാർത്ഥ ചാപ്ലിൻ 3ാം സ്ഥാനത്തായി പോയി കഴിഞ്ഞപ്പോൾ ആ ചാപ്ലിന് വല്ല സന്തോഷം ഉണ്ടാവാൻ വഴിയുണ്ടോ? അദ്ദേഹം അപ്പോഴും ചിരിച്ചു. ഇതാണ് ചിരിയുടെയും അല്ലെങ്കിൽ തമാശയുടെയും ഒരു ലോകം. ഈ ലോകത്ത് നമ്മൾ ചിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആയുസ് വർദ്ധിക്കും. അപ്പോൾ അതുകൊണ്ട് നിസാര തമാശ കേട്ടാൽ പോലും ഇല്ല, അത് വളിപ്പാണെന്ന് വിചാരിച്ച് ചിരിക്കാതെ ബലം പിടിച്ചിരുന്നാലോ നമ്മുടെ ആയുസാണ് കുറയുന്നത്. അതുകൊണ്ട് നഷ്ടം ആർക്കാം? നമുക്ക് തന്നെ. അപ്പോൾ ഒരു ദിവസം, എല്ലാ ദിവസവും നമ്മൾ കാലത്ത് എഴുന്നേറ്റ് സൈക്കിൾ ഔട്ടിനോ അല്ലെങ്കിൽ പിന്നെ മോർണിംഗ് വാക്കിനൊക്കെ പോകുന്നതിന് പകരം കുറേ നേരം ചിരിച്ചു കഴിഞ്ഞാണ്ടല്ലോ നമ്മുടെ എല്ലാ ടെൻഷനും കുറഞ്ഞ് നമുക്ക് ആരോഗ്യം കൂടും. ഇവിടെ ഇപ്പോൾ ചിരി ക്ലബ്ബ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇല്ലേ, നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് സന്തോഷം പുറത്തേക്ക് വരണം. അല്ലാണ്ട് എല്ലാ ദിവസം കാലത്ത് എഴുന്നേറ്റ് 2 മണിക്കൂർ ഇരുന്ന് കരഞ്ഞാളയാന്ന് വിചാരിച്ചാലോ? കരഞ്ഞാളയാന്ന് ഓർത്തപ്പോൾ തന്നെ നമുക്ക് ചിരിച്ചു പോയി അല്ലേ? നമുക്ക് കരഞ്ഞുകൊണ്ട് ഒരു പ്രയോജനമില്ല, നമുക്കുമില്ല പ്രയോജനം, ചുറ്റുമുള്ളവർക്കും സന്തോഷമുണ്ട്. കുറേ പേര് ഇവിടെ ഇരുന്ന് കരയാണ് കാണുന്നത് നമുക്ക് വലിയ സന്തോഷമായിരിക്കും അല്ലേ? ആയിരിക്കില്ല, നമുക്കും വിഷമമായിരിക്കും. നേരെ മറിച്ചോ, അവരെല്ലാം ചിരിക്കുകയാണെങ്കിലോ കാര്യം പറഞ്ഞില്ലെങ്കിൽ നമ്മളും കൂടി ചിരിക്കും അല്ലേ? ഓ, എന്താ സംഭവം എന്ന് അറിയട്ടെ വിചാരിച്ച് നമ്മളും ചിരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്ത് വേണം? എന്ത് ചെയ്യണം? നമ്മൾ ചിരിക്കണം. അപ്പോൾ എല്ലാ ദിവസവും ചിരിച്ചാലുള്ള ഗുണം എന്താ? ആയുസ് വർദ്ധിക്കും, ആരോഗ്യം ഉണ്ടാവും, ഉന്മേഷം ഉണ്ടാവും. നമുക്ക് നമ്മുടെ അടുത്തുള്ളവർക്കും അതൊരു സന്തോഷമായിരിക്കും. അപ്പോൾ ചിരിക്കും ഇനി മുതൽ. എല്ലാ ദിവസവും രാവിലെ അരമണിക്കൂർ ചിരി. എല്ലാ ദിവസവും ഇത് തന്നെയായിരിക്കും അല്ലേ? അരമണിക്കൂർ ചിരി. അതാണ് നമ്മുടെ മുദ്രാവാക്യം ഇനി വേണ്ടത്. അപ്പോൾ ചിരിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ കഥ അവസാനിപ്പിക്കാം. എന്താ? അതൊന്നും ചിരിച്ച് കണ്ട. ബ്രേക്ക് ഇട്ട് പോലെ നിന്നല്ലോ. നിലയ്ക്കാതെ ചിരിയായിരിക്കണം നമുക്ക് വേണ്ടേ. പിന്നെ കൂട്ടുകാരെ, നമ്മുടെ വേലൻ കുറുക്കന് ഒരു കോട്ട് കിട്ടി. അവൻ ആ കോട്ടും കൊണ്ട് കാട്ടിലെ കൂട്ടുകാരെ മുഴുവൻ പേടിപ്പിച്ചു നിർത്തിയിരിക്കുക. നമുക്കൊന്ന് കണ്ടു നോക്കാം കൂട്ടുകാരെ. ഇതെന്താ ഇത്? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ഇനി വല്ലവരും വല്ല ബോംബും കൊണ്ട് വെച്ചതായിരിക്കുമോ? എൻ്റെ അമ്മോ, അങ്ങനെയാണെങ്കിൽ ഈ പരിസരത്തൊന്നും നിൽക്കുന്നത് ശരിയല്ല. വേഗം സ്ഥലം വിട്ടേക്കാം. അല്ല, ബോംബ് ആരും വരാത്ത സ്ഥലത്ത് കൊണ്ടുപോയിക്കേണ്ട കാര്യമുണ്ട്. അപ്പൊ പിന്നെ ഇത് എന്നതായിരിക്കും? എന്തായാലും ഒന്ന് പരിശോധിച്ച് നോക്കാം. ആരും വരുന്നില്ലെന്ന് തോന്നുന്നു.
എടുക്കണോ? അല്ലി വേണ്ട, അല്ലി വേണ്ട, എടുത്തേക്കാം. എടുക്കാം എടുക്കാം, അല്ലി വേണ്ട. ഇത് കൊള്ളാമല്ലോ, ഇതൊരു കുപ്പായമാണല്ലോ. ഇതാരുടെ ഇത്രയും വലിയ കുപ്പായം? ഇത് ധരിക്കുന്നതും വല്ല രാക്ഷസനെ പോലെ ഉണ്ടാവും. അല്ല, ഇനിയിപ്പോൾ ഇത് വല്ല രാക്ഷസന്മാരുടെ ആണോ? അങ്ങനെ ആയിക്കൂടുന്നില്ല. ഇത് കാടല്ലേ, കാട്ടിലാണ് സാധാരണ രാക്ഷസന്മാരുടെ വാസം. എന്തായാലും ഈ കാട്ടിലൊരു രാക്ഷസനുള്ള ഊര് ഞാനിതുവരെ കേട്ടിട്ടില്ല. വരുന്നിടത്ത് വെച്ച് കാണാം. ഈ കുപ്പായം ഞാനാർക്കും കൊടുക്കുകയല്ല. ഇച്ചിരി വലുതായാലും സംഗതി കൊള്ളാം. രാത്രിയും പകലും ഇത് ഉപയോഗിക്കാം. മഴയോ മഞ്ഞോ വെയിലോ ഇനി എനിക്കൊരു പ്രശ്നമേ അല്ല, ഒരു പ്രശ്നമില്ല. പുതിയ കോട്ട് കിട്ടിയില്ലോ. ഇത് ആ കാടൻ കരടിയല്ലേ ആ നടന്നു വരുന്നത്? ഇന്ന് എന്തായാലും അവനെ ഒന്ന് പേടിപ്പിക്കണം. അയ്യോ, ഞാനൊരു പാവാണ്. വരണത് അയ്യോ, എന്തൊരു രൂപം പേടിയായിട്ട് നിക്കാൻ വയ്യ. അയ്യോ, എന്നെ കൊല്ലാൻ പറ്റേ. ആരെങ്കിലും ഒന്ന് ഓടി പോയ ആവശ്യം നേരത്തെ എന്തൊരു മനുഷ്യൻ ഇവിടെ നിന്നാൽ എന്നെ പിടിച്ചു തിന്നാനല്ലേ? അയ്യോ, നീ ഇങ്ങോട്ട് വന്നേ, ഞാൻ പറയട്ടെ. ശരിയാണല്ലോ. അതേടോ, ഇത് ഞാൻ തന്നെയാ, വേലം കുറുക്കൻ. നേരത്തെ പറയാമായിരുന്നില്ലേ? വെറുതെ എന്നെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. കഷ്ടം. താൻ എന്തിനാടോ വെറുതെ പേടിക്കാൻ പോയത്? എന്നെ തനിക്ക് മനസ്സിലായി. അതിന് താൻ തന്റെ സ്വരത്തിലല്ലല്ലോ എന്നോട് സംസാരിച്ചത്. അതൊക്കെ പോട്ടെ, ഈ നല്ല കുപ്പായം എവിടെ നിന്ന് കിട്ടി? കുപ്പായോ? എടോ, ഞാൻ ഇട്ടിരിക്കുന്ന ഈ കുപ്പായം ആരുടേതാന്ന് തനിക്കറിയാവോ? അതറിയാമെങ്കിൽ ഞാൻ ചോദിക്കുമോ? ഇതൊരു മന്ത്രവാദി തന്നതാണ് മോനെ. ഇത് ധരിച്ചാലുണ്ടല്ലോ ഞാൻ ശക്തനാ. എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നെ തൊട്ടാലേ തൊടുന്നവൻ ആ നിമിഷം ബോധം കെട്ട് വീണു പോവും. തൊടറാ, വാടാ വാടാ. അയ്യേ, ഞാൻ തൊടുന്നില്ല. വെറുതെ തൊട്ട് നോക്കുന്നേ. വാടോ. അയ്യോ, തൊട്ടോളൂ, തൊട്ട് നോക്കിക്കോളൂ, തൊട്ട് നോക്കൂ. തൊടടോ. ദൈവമേ, ഇതെന്ത് പറ്റി? ഞാൻ വെറുതെ തമാശയ്ക്ക് പറഞ്ഞതാണല്ലോ, അത് തന്നെ സംഭവിക്കുകയും ചെയ്തല്ലോ. സത്യത്തിൽ ഇത് മാന്ത്രിക കുപ്പായം വല്ലതും ആണോ? ആയിരിക്കും. എന്നാ എന്റെ സമയവും തെളിഞ്ഞു. കരടിച്ചോ? എടോ കരടിച്ച, കരടിച്ച, ഒന്നിങ്ങോട്ട് എഴുന്നേക്കണോ കരടിച്ച? ഓ, എന്താ? ഞാൻ എവിടെയാണിപ്പോ? കാടാ, നിനക്കൊന്നും പറ്റിയിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. ഓ, എന്റെ പൊന്നു കുറുക്കച്ചോ, എന്നെ ഇനി ബോധം കെടുത്തല്ല കേട്ടോ. ഞാനിനി എന്നും അവിടുന്ന് എന്നും എന്നെ മാത്രം അനുസരിച്ച് ജീവിച്ച നിനക്ക് കൊള്ളാം. എന്റെ ഈ അത്ഭുത സിദ്ധി ഈ കാട്ടിലുള്ളവരെ എല്ലാവരെയും അറിയിക്കൂ. വേഗം വേഗം വേഗം. ശരി, കൽപ്പന പോലെ തിരുമനസേ, കൽപ്പന പോലെ. ഞാൻ എല്ലാവരെയും പോയി ഒന്ന് അറിയിച്ചിട്ട് വരാം. ഓ എന്നെ അമ്മോ, ഒന്ന് തൊട്ടപ്പോ ഇങ്ങനെ. അല്ല, താൻ എന്നാ കുറുക്കച്ചനെ കാണാൻ പോയോ?
എന്റെ പൊന്നും ഇട്ടു കുറുക്കച്ചെന്നൊന്നും പറയില്ലേ, തിരുമനസ്സെന്ന് പറയൂ. എല്ലാവരും അങ്ങനെ തന്നെ വിളിക്കണമെന്നാ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഞാനേ ഇന്ന് രാവിലെ തന്നെ തിരുമനസിനെ ചെന്ന് കണ്ട് കാണിക്കകൾ സമർപ്പിച്ചു. ആ ഒരു ചാക്ക് കാരറ്റ് സമർപ്പിച്ചിട്ട് പോന്നതാ, ഇന്ന് പോയില്ല. എന്തായാലും കുറുക്കൻ തിരുമനസിന്റെ ശക്തി അപാരം തന്നെ. ആണോ? ഞാൻ വെറുതെ ഒന്ന് തൊട്ടപ്പോഴേക്കും ബോധം കിട്ടി നിലത്ത് വീണു. ഞാൻ ആ കുപ്പായത്തില് വെറുതെ തൊട്ടതാ, ആണോ? അപ്പൊ തന്നെ താഴെ വീണു. അത് ശരി. കുപ്പായേ ഏതോ മന്ത്രവാദി കൊടുത്തതാത്രേ. സിംഹരാജൻ വരേണ്ടല്ലോ കുറുക്കൻ തിരുമനസ് എന്നാണ് വിളിക്കണത്. എങ്ങനെ വിളിക്കാതിരിക്കും? പിന്നെ അല്ലാണ്ട്. കുപ്പായത്തിൽ തൊട്ട സിംഹരാജൻ വരെ ബോധം കെട്ടില്ലേ? ഹായ് കൂട്ടുകാരെ. ഹായ്. ഹായ് മിക്കു. കരിങ്ങച്ചാ, എവിടെ പോയിരുന്നു? തിരുമനസിന് കാണിക്ക സമർപ്പിക്കാൻ പോയതാണോ? ആ കള്ള തിരുമനസ്, അവനാണോ കാണിക്ക സമർപ്പിക്കേണ്ടത്? എന്റെ മിക്കു അങ്ങനെയൊന്നും പറയരുതട്ടോ, അദ്ദേഹം അറിഞ്ഞാൽ നിനക്ക് ആപത്താ. അത് ശരിയാ. തിരുമനസിന്റെ മാന്ത്രിക ശക്തി എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഭയങ്കര സംഭവമാണ്. അവന്റെ ഒരു മാന്ത്രിക ശക്തി നിങ്ങൾക്കെന്താ വട്ടുണ്ടോ? അവൻ ഒരു മാന്ത്രിക ശക്തി ഇല്ല, തേങ്ങാ കൊലയില്ല. ഞാൻ ഇതുവരെ അവന്റെ അടുത്ത് പോയിട്ടുമില്ല. ആ അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ശക്തിയെ കുറിച്ച് തനിക്ക് അറിയാത്തത്. എടോ, തിരുമനസിന്റെ മാന്ത്രിക കുപ്പായത്തിൽ തൊട്ട സിംഹരാജനുണ്ടല്ലോ ബോധം കിട്ടുന്ന നിലത്ത് വീണു. ശരിയാട്ടോ. ഞാൻ എന്തായാലും സിംഹരാജനെയും കൊണ്ട് കള്ളക്കുറുക്കന്റെ അടുത്ത് നാളെ പോകുന്നുണ്ട്. അവന്റെ കള്ളത്തര നാളത്തെ കൊണ്ട് പൊളിയും. എന്നാ ഞാനും കൊരങ്ങച്ചനും കൂടെ നാളെ വരുന്നുണ്ട് പക്ഷെ ട്ടോ. ഞാൻ വരുന്നില്ല കേട്ടോ. പേടിയുള്ളവരൊന്നും വരാണ്ടിരിക്കാ നല്ലത്. ഞങ്ങള് പോയിട്ട് വരാം. തന്നെയൊക്കെ എന്തിനു കൊള്ളാവടോ? ഞാനുണ്ട്. വാ. എന്നെടുത്ത് വെച്ച് കാണാം. പിന്നെ അല്ലാണ്ട്. എടാ കൊരങ്ങച്ച, നമുക്കവനെ ഇവിടെ കാണാൻ നിൽക്കണോ അതോ നമുക്ക് പോണോ? അതെ, അതാ നല്ലത്. നിൽക്കു മഹാരാജൻ, അവൻ ഇപ്പൊ തന്നെ വരും. അവന്റെ മാന്ത്രിക കുപ്പായത്തിന്റെ ശക്തി ഞാനും ഒന്ന് കാണട്ടെ. കണ്ടോളൂ കണ്ടോളൂ, എല്ലാവരും കണ്ടോളൂ. ദേ വരുന്നുണ്ട്. എന്റെ മാന്ത്രിക കുപ്പായത്തിന്റെ ശക്തി അനുഭവിച്ചറിഞ്ഞുകൊള്ളൂ. വരൂ, ധൈര്യമുണ്ടെങ്കിൽ തൊട്ടു നോക്കൂ. കടന്നു വരൂ, കടന്നു വരൂ, എല്ലാവരും കടന്നു വരൂ. പാടാ പാടാ. അയ്യോ, എടാ കൊരങ്ങച്ച, നമുക്ക് അവനെ കാണാൻ നിൽക്കണ്ട, വേഗം തിരിച്ചു പോകാം. അങ്ങ് ഭയക്കാതെ മഹാരാജൻ, അവൻ ഒരു ശക്തിയുമില്ല, മണ്ണാങ്കട്ടയില്ല. ഞാൻ അവന്റെ കുപ്പായത്തെ വേണേ തൊട്ട് കാണിച്ചു തരാം. നിങ്ങൾ നോയിക്കോ, എനിക്കൊന്നും സംഭവിക്കില്ല. വേണ്ട വേണ്ട വേണ്ട. അയ്യോ വേണ്ട വേണ്ട വേണ്ട, വെറുതെ ആവശ്യമില്ലാത്ത പണിക്ക് പോണ്ട. വേണ്ട, എനിക്കിത് കണ്ടുകൊണ്ട് നിൽക്കാൻ വയ്യുന്നു. എനിക്ക് കാണാൻ വയ്യ കേട്ടോ. സമയം കളയാതെ നമുക്ക് ഇവിടുന്ന് പഠിക്കാൻ വേഗം പാടാ. കാലിയാക്കാവുന്ന. ഞാൻ തന്നെയാ വരുന്നത്. വേണ്ട വേണ്ട, പറയുന്നത് കേൾക്ക്. നീ മര്യാദയ്ക്ക് ഇങ്ങോട്ട് പോരെ. ദേ, ഞാൻ തൊട്ടിരിക്കുന്നു. ദേ, ഞാൻ തൊട്ടിരിക്കുന്നു. ഹൂയ്. ശരിയാണല്ലോ, ഞാൻ ബോധം അവനൊന്നും കിട്ടില്ലല്ലോ. പറ്റിയില്ല കേട്ടോ. എന്നിട്ട് നീ ബോധം ഞാൻ തൊട്ടല്ലോ. രക്ഷപ്പെട്ടു. എന്തൊരു കഷ്ടമാ. ഇല്ലല്ലോ. എന്ത് പറ്റി? എന്ത് പറ്റി? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എല്ലാം ഞാൻ മനസ്സിലാക്കി തരാം. ഇനി ബോധം കെടാൻ പോകുന്ന നീയാ മഹാരാജൻ. ഇപ്പൊ മനസ്സിലായില്ലേ ഇവൻ ഒരു ശക്തിയുമില്ല എന്ന്? നിന്റെ കുപ്പായത്തിൽ തൊട്ടാ ബോധം കെട്ട് വീഴുമെന്ന് ഉള്ളിൽ അന്ധമായി വിശ്വസിക്കുന്ന ഭീരുക്കൾ മാത്രമേ ബോധം കെട്ട് വീഴുള്ളൂ. എന്റെ ശക്തി മുഴുവൻ പോയേ, എന്റെ ശക്തി മുഴുവൻ പോയേ. അയ്യോ, എന്റെ ശക്തി മുഴുവൻ പോയേ. അയ്യോ, സിംഹരാജൻ, സിംഹരാജൻ, ഇവന്റെ കാര്യത്തിൽ വേഗം ഒരു തീരുമാനം എടുത്തോളൂ. ഞാനിതാ എടുത്തു കഴിഞ്ഞു. അയ്യോ, അയ്യോ, നീ എന്നെ കളിപ്പിക്കാറായില്ലേ? എന്നെ ഒന്നും ചെയ്യല്ലേ. എവിടെടാ എവിടെടാ നിന്റെ ഒരു മാന്ത്രിക കുപ്പായം? എന്നെ ഒന്നും ചെയ്യല്ലേ. എവിടെ നിന്റെ അയ്യോ, മാന്ത്രിക എന്നെ കുപ്പായം? ഇടിക്കല്ലേ. അയ്യോ, ഇടിക്കല്ലേ. അയ്യോ, അയ്യോ, ഞാനിതെല്ലാരെയും വെറുതെ പേടിപ്പിച്ചതാ. അയ്യോ, അവിടെ തല്ലല്ലേ. അയ്യോ, ഇത് കാട്ടിൽ നിന്ന് കിട്ടിയ വെറും ഒരു മഴക്കോട്ടാണെന്ന്. എല്ലാരും കൂടി എന്നെ കൊല്ലല്ലേ പ്ലീസ്. ഞാൻ പൊയ്ക്കോളാം. അയ്യോ, എന്നെ തല്ലല്ലേ. അയ്യോ, കണ്ടില്ലേ? എനിക്ക് വയ്യ. അവന്റെ ഒരു ഓട്ടം കണ്ടില്ലേ? കുരങ്ങച്ച, സത്യത്തിൽ എന്താണ് ഈ കുപ്പായത്തിൽ തൊട്ടപ്പോ ഞാനടക്കം പലരും ബോധം കെട്ട് വീണത്? പറയാം മഹാരാജൻ, ഞാൻ പറയാം. ഈ കുപ്പായത്തിൽ തൊടുന്നവർ ആ നിമിഷം തന്നെ ബോധം കെട്ട് വീഴുമെന്ന് കുറുക്കച്ചൻ അന്ധമായി ഓരോരുത്തരെയും വിശ്വസിപ്പിച്ചു വച്ചിരുന്നു. ബോധം കെട്ട് വീഴുമെന്ന് ഭയത്തോടെ ആ കുപ്പായത്തിൽ ചെന്ന് തൊടുന്നവരൊക്കെയാണ് ബോധം കെട്ട് വീണത്.
പിന്നെ എനിക്ക് അങ്ങനെ ഒരു ശരി, ശരി. അന്ധവിശ്വാസം ആ ഇല്ലായിരുന്നു. കുരങ്ങച്ച, നീ എല്ലാവരെയും അന്ധവിശ്വാസത്തിൽ നിന്നും രക്ഷിച്ചു. 1000 നന്ദിയുണ്ട് നിനക്ക്. ഓ, ഇപ്പോൾ മനസ്സിലായില്ലേ കൂട്ടുകാരെ, ചൊക്കട പരിപാടി കാണിച്ച് ആരെയും അധികം നാൾ പറ്റിച്ച് നിർത്താൻ കഴിയുകയില്ലെന്ന്. നല്ലതു ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. അപ്പോൾ അടുത്ത ദിവസം കാണാമല്ലോ. ബൈ. ഈ പ്രോഗ്രാമിൽ കൂട്ടുകാരെ നിങ്ങൾക്കും പങ്കെടുക്കാം. ജീസസ് കിഡ്സിലേക്ക് കഥകളും ആശയങ്ങളും അതുപോലെ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാൻ കഴിവുള്ള മിടുക്കന്മാരും മിടുക്കികളും ഞങ്ങൾക്ക് എഴുതുക. The producer, Jesus Kids, Shalom Television, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട് ജില്ല. ടെലിഫോൺ 0496 266 3078 266 3079. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്കായി ആകർഷകമായ സമ്മാനങ്ങൾ കാത്തിരിക്കുന്നു.